ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച്ഡ് ഫിൽറ്ററിനെ പറ്റിയിട്ടാണ്. സോ ഒരു മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻ്റ് റിസീവറാണ് ഈ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. നമ്മൾ മാച്ച്ഡ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മാച്ച്ഡ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു അച്ചീവ് മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ സെയിം ടൈം എറർ പ്രോബബിലിറ്റി കുറയ്ക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസിങ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ, ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ആ ഡേറ്റയുടെ കൂടെ നോയ്സും കൂടി മിക്സഡ് അപ്പ് ആയിട്ട് ഫൈനലി നമുക്ക് ട്രാൻസ്മിറ്റഡ് ഡേറ്റ റിസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ വരും. അപ്പോൾ അവിടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമൈസ് ചെയ്യുവാണെങ്കിൽ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മീൻസ് സിഗ്നലിൻ്റെ പവർ ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവറാണ്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടണമെങ്കിൽ നോയ്സിൻ്റെ പവർ കുറയ്ക്കണം, സിഗ്നലിൻ്റെ പവർ കൂട്ടണം അല്ലേ. അപ്പോൾ സിഗ്നലിൻ്റെ പവർ കൂട്ടിയിട്ട് നോയ്സിൻ്റെ പവർ കുറയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിഗ്നലിനെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും, നോയ്സിൻ്റെ ഇഫക്റ്റും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മാച്ച്ഡ് ഫിൽറ്ററാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് g സിഗ്നലാണ്. ഓക്കെ, ആ g സിഗ്നലിനെ ട്രാൻസ്മിറ്റഡ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ നോയ്സ് ആഡഡ് അപ്പ് ആവും. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന നോയ്സ് വൈറ്റ് നോയ്സ് ആണ്. ഓക്കെ, ഓർ AWGN നോയ്സ് എന്നും പറയും. ദാറ്റ് ഈസ് അഡിറ്റീവ് വൈറ്റ് ഗോഷിയൻ നോയ്സ് ആണ് നമ്മളിവിടെ അഫക്റ്റഡ് ആവുന്ന നോയ്സ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് വൈറ്റ് നോയ്സ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് W വെച്ചിട്ടാണ്. സോ മാച്ച്ഡ് ഫിൽറ്ററിൽ ദാറ്റ് മീൻസ് റിസീവർ സൈഡിലാണ് ഈ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് റിസീവറാണ്. സോ ഈ ഒരു ഡേറ്റ നമ്മുടെ ചാനലിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റ g ആണ്. ആസ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ചാനൽ, നോയ്സ് ഗെറ്റ് ആഡഡ് അപ്പ് ടു ദിസ് ആൻഡ് ഫൈനലി അറ്റ് ദ റിസീവർ നമുക്ക് എന്താ കിട്ടുന്നത്, ഈ സിഗ്നലും നോയ്സും കൂടി ആഡഡ് അപ്പ് ആയ ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നോയ്സ് കണ്ടൻറ്റും സിഗ്നൽ കണ്ടൻറ്റും ഉണ്ടല്ലേ, സിഗ്നൽ കണ്ടൻറ്റിൻ്റെ ഒപ്പം തന്നെ നോയ്സ് കണ്ടൻറ്റും ആഡ് ചെയ്തു. അതിനെ നമ്മൾ മാച്ച്ഡ് ഫിൽറ്ററിൽ കൂടി കടത്തിവിടും. എന്തിനാണ് പറഞ്ഞതുപോലെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടാൻ, അതായത് സിഗ്നൽ കമ്പോണൻറ്റ് കൂട്ടണം, നോയ്സ് കമ്പോണൻറ്റ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാച്ച്ഡ് ഫിൽറ്ററിലേക്ക് കടത്തിവിടും. ഈ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് ഫിൽറ്ററാണ്, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് റിസീവറാണ്. ഓക്കെ, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് h ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാച്ച്ഡ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുമ്പം h ഹാസ് ടു ബി ഡിസൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ h ആണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഡിറൈവ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് മാക്സിമൈസ്ഡ്. അങ്ങനെ വേണം നമ്മൾ അതിനെ ഡിറൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ കമ്പോണൻറ്റ് നോയ്സ് കമ്പോണൻറ്റ് കൂടെ മിക്സ്ചർ ഈ മാച്ച്ഡ് ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി എന്താണ് കിട്ടുന്നത്, ഔട്ട്പുട്ട് y കിട്ടും. ആ y ഉള്ള സിഗ്നൽ കമ്പോണൻറ്റിനെ ഞാൻ g0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇത് ഇൻപുട്ട് സൈഡിലുള്ള സിഗ്നൽ കമ്പോണൻ്റാണ് g. ഈ g0 എന്താണ്, സിഗ്നൽ കമ്പോണൻറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ളത്. ഇനി ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിലുള്ള നോയ്സ് കമ്പോണൻറ്റ് w ആണെങ്കിൽ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ള നോയ്സ് കമ്പോണൻറ്റിനെ ഞാൻ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്യും. ഓക്കെ, സാമ്പിൾ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലേക്ക്, സപ്പോസ് ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിലാണ് സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ y എന്ന് പറഞ്ഞ സിഗ്നലിനെ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റിൽ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ y ക്യാപിറ്റൽ T എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതാണ് ഈ y ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിൾഡ് സിഗ്നലിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, വീണ്ടും ഇവിടുത്തെ സിഗ്നൽ കമ്പോണൻറ്റ് കാണും, നോയ്സ് കമ്പോണൻറ്റ് കാണും. പക്ഷേ ആ സിഗ്നൽ കമ്പോണൻറ്റ് അറ്റ് ക്യാപിറ്റൽ T ഇൻസ്റ്റൻറ്റിലായിരിക്കും. ഏത് ഇൻസ്റ്റൻറ്റിലാണോ നമ്മളിവിടെ സാമ്പിൾ ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സിഗ്നൽ കമ്പോണൻ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു സ്വിച്ചാണ്. ഓക്കെ, സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചാണ്. ആ സ്വിച്ച് ഓൺ ഓഫ് ആകുന്നതനുസരിച്ച് നമുക്ക് ആ കണ്ടിന്യൂസ് സിഗ്നലിനെ ഡിസ്ക്രീറ്റായി കിട്ടും. ഓക്കെ, സാമ്പിൾഡ് വേർഷനിൽ കിട്ടും. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഈ ഒരു സാമ്പിൾ ചെയ്ത് കിട്ടിയ ഈ സിഗ്നലിലാണ് നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ സാമ്പിൾ ചെയ്ത ഔട്ട്പുട്ട് സിഗ്നലിലാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ ഒരു സാമ്പിളാണ് കിട്ടുന്നത് അല്ലേ. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ T എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ സാമ്പിൾ ചെയ്യുവാണെങ്കിൽ ആ Tയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ വാല്യൂ ആണ് അല്ലേ.
നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ വാല്യൂ ആണ്. അപ്പം വെൻ വി ആർ ടേക്കിംഗ് എ സാമ്പിൾ മീൻസ് വി ആർ ഗെറ്റിംഗ് ദാറ്റ് സിഗ്നൽ വോൾട്ടേജ്, ആ സാമ്പിളുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, വിച്ച് ഈസ് കൺസിഡേർഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാമ്പിൾഡ് ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ സിഗ്നൽ ടു, ആ ഒരു പോയിന്റിലാണ് നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഡിഫൈൻ ചെയ്യാം. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത്, വാട്ട് ഈസ് അവർ എയിം? ഇൻ ഓർഡർ ടു ഡിസൈൻ എ മാച്ച്ഡ് ഫിൽറ്റർ വിത്ത് impulse response in such a way that the signal to noise ratio is maximized. അപ്പോൾ ആ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ഞാൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോനെ ഈറ്റ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈറ്റ. സോ ഈറ്റ ഈസ് നത്തിങ് ബട്ട് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ എന്നാണ് വേണ്ടത് അല്ലേ? സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് പവർ. ഓക്കെ, ഇതാണ് ഈറ്റ എന്ന് പറയുന്നത്. Now, if g of t is the signal component, അല്ലേ, ഇൻപുട്ടിലുള്ള സിഗ്നൽ കമ്പോണൻറ്റ് ജി ഓഫ് ടി ആണ്. ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ കമ്പോണൻറ്റ് എന്താണ്? ജി നോട്ട് ഓഫ് ടി ആണ്. ഓക്കെ, സാമ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള സിഗ്നൽ കമ്പോണൻറ്റ് എന്താണ്? സിഗ്നൽ കമ്പോണൻറ്റ് ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു SNR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാമ്പിൾഡ് വാല്യൂവിലാണ്, ഒക്കെ സാമ്പിളിങ്ങിന് ശേഷമാണ്. സോ ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടി. അപ്പോൾ ഈ ഒരു സിഗ്നലിൻ്റെ, ഈ ഒരു സാമ്പിൾഡ് വാല്യൂവിൻ്റെ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നും ചെയ്യേണ്ട, ഈ സിഗ്നലിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പവർ കിട്ടും. സോ ഇതാണ് സിഗ്നൽ പവർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സിഗ്നൽ പവറിന് പോലെ നമുക്ക് എന്ത് എഴുതാം? ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി മോഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് സിഗ്നൽ പവർ. അപ്പോൾ സിഗ്നൽ പവർ നമുക്ക് കിട്ടി. ഇനി നോയ്സ് പവർ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു റാൻഡം വേരിയബിളാണ് അല്ലേ? റാൻഡം നോയ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റാൻഡം ഇൻ നേച്ചറാണ്. റാൻഡം നേച്ചറുള്ള ഒരു സിഗ്നലാണ് നോയ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് MSV, മീൻ സ്ക്വയർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം റാൻഡം വേരിയബിളിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റാൻഡം വേരിയബിളിനകത്ത് മീൻ സ്ക്വയർ വാല്യൂ ആണ് എന്ത് തരുന്നത്? പവർ ഓഫ് നോയ്സ്. ഓക്കെ, പവർ ഓഫ് നോയ്സ് തരുന്നത് മീൻ സ്ക്വയർ വാല്യൂ ആണ്. മീൻ സ്ക്വയർ വാല്യൂവിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മീൻ എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റർ അല്ലേ, സ്ക്വയർ ആണ്. മീൻസ് സ്ക്വയർ വാല്യൂ എന്തിൻ്റെയാണ്? നോയ്സിൻ്റെയാണ്. എവിടെയുള്ള നോയ്സ്? ഔട്ട്പുട്ടിലുള്ള നോയ്സ് ആണ് അല്ലേ? ഔട്ട്പുട്ടിലുള്ള നോയ്സിനെ നമ്മൾ N ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സോ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും N സ്ക്വയർ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് മീൻ സ്ക്വയർ വാല്യൂ ആൻഡ് പവർ ഓഫ് ദ നോയ്സ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് മീൻ സ്ക്വയർ വാല്യൂ. നമ്മൾ എന്തുകൊണ്ടാണ് മീൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നോയ്സ് റാൻഡം ഇൻ നേച്ചറാണ്. ഫിക്സഡ് വാല്യൂ ഇല്ല, ഇറ്റ് ഗോസ് ഓൺ ചേഞ്ചിങ്. സോ വി ആർ ടേക്കിംഗ് ദ ആവറേജ് or mean of that noise, squared value of noise ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നോയ്സ് പവർ. അപ്പോൾ ആ നോയ്സ് പവറിനെ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് E of N square of T. സോ ഇതാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ജി നോട്ട് ഓഫ് ടിക്കും ഇതിൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. നൗ ജി നോട്ട് ഓഫ് ടി, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വി ഗോട്ട് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് ന്യൂമറേറ്റർ ജി നോട്ട് ഓഫ് ടി. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മോഡ് സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇൻപുട്ട് സിഗ്നൽ, മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ട് സിഗ്നൽ എന്തായിരുന്നു? ഇൻപുട്ട് സിഗ്നൽ കമ്പോണൻറ്റ് എന്തായിരുന്നു? ഇത് ജി ഓഫ് ടി ആയിരുന്നു അല്ലേ? ഇത് മാച്ച്ഡ് ഫിൽറ്ററിലേക്ക് കൂടി കടത്തി വിടുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ജി നോട്ട് ഓഫ് ടി കിട്ടുന്നത്. സോ ജി ഓഫ് ടിയെ ഒരു ലീനിയർ ടൈം ഇൻവേരിയൻ മാച്ച്ഡ് ഫിൽറ്ററിലേക്ക് കടത്തി വിട്ടു. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണ്. അന്നേരം ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ കമ്പോണൻ്റ് ആണ് ഈ ജി നോട്ട് ഓഫ് ടി എന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ജി നോട്ട് ഓഫ് ടി? അപ്പോൾ ജി നോട്ട് ഓഫ് ടി എങ്ങനെ കിട്ടുന്നത്? ജി ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, നൗ ഫ്രീക്വൻസി ഡൊമൈനിൽ എങ്ങനെ എഴുതും? ജി നോട്ട് ഓഫ് എഫ്. ഓക്കെ, ദിസ് ഈസ് ടി. എഫ് ഇസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എച്ച് ഓഫ് എഫ് എന്ന് കിട്ടി. ഇത് രണ്ടും ടി ആണ്, ടൈം ഡൊമൈനിലാണ്, ഫ്രീക്വൻസി ഡൊമൈനിൽ കിട്ടി. ഇനി
ജി നോട്ട് ഓഫ് ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജി നോട്ട് ഓഫ് എഫ് അറിയാമെങ്കിൽ ജി നോട്ട് ഓഫ് ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്താൽ മതി അല്ലേ. ജി നോട്ട് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ജി നോട്ട് ഓഫ് എഫ്. ജി നോട്ട് ഓഫ് എഫ് അറിയാമെങ്കിൽ എങ്ങനെ ജി നോട്ട് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും? യൂസിങ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. സോ യൂസിങ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ജി നോട്ട് ഓഫ് ടി can be calculated as inverse Fourier transform minus infinity to infinity inverse Fourier transform of g naught of f ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് minus infinity to infinity exponential inverse എടുക്കുമ്പോൾ j 2 pi ft df ആണ്. അപ്പോൾ ഇതാണ് this df. Okay, അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർ വാട്ട് വി ക്യാൻ റൈറ്റ്, ഓർ ജി നോട്ട് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ ജി നോട്ട് ഓഫ് എഫിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ആ ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാനാണ്. ഇത് ഔട്ട്പുട്ട് സിഗ്നൽ കമ്പണൻ്റ് ആണ്. ഇൻപുട്ട് സിഗ്നൽ കമ്പണൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി നോട്ട് ഓഫ് എഫിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ജി നോട്ട് ഓഫ് എഫിന് ജി ഓഫ് f into h of f exponential j 2 pi ft df എന്ന് കിട്ടും. So this is what? This is g naught of t. Okay. Now ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? മോഡ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജി നോട്ട് ഓഫ് ടി ഇവിടെ എടുത്ത് എഴുതാം. വാട്ട് ഈസ് ജി നോട്ട് ഓഫ് ടി? ഇവിടെ കിട്ടിയിരിക്കുന്ന ജി നോട്ട് ഓഫ് ടി എന്താണ്? നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഓക്കെ, ജി ഓഫ് എഫ് into h of f into exponential j 2 pi f t dt ft df. ഓക്കെ, അതാണ് നമുക്ക് ജി നോട്ട് ഓഫ് ടി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, സി വൺ മോർ തിങ്, ഇവിടെ ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി ആണല്ലേ. ഇത് ജി നോട്ട് ഓഫ് സ്മോൾ ടി ആയിരുന്നു. അപ്പോൾ ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സ്മോൾ ടിക്ക് വരാൻ ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഈ സ്മോൾ ടിക്ക് വരാൻ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതുന്നില്ല ഇക്വേഷൻ. ഇവിടെ തന്നെ ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് ജി നോട്ട് ഓഫ് ടി. പക്ഷേ ന്യൂമറേറ്ററിൽ എന്താണ്? മോഡ് സ്ക്വയർ വേണം. അപ്പോൾ ഇതിന് ഫുൾ മോഡ് സ്ക്വയർ കൊടുക്കുക. ഓക്കെ, മോഡ് സ്ക്വയർ, അതാണ് ജി നോട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓൺ സ്ക്വയർ ടി എന്ന് എഴുതാം. ഓർ ഇതിനെ ഇപ്പോൾ ഇവിടെ ഇപ്പോഴേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നത്, നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ മാത്രമായിട്ട് ഞാനിത് എഴുതട്ടെ. ന്യൂമറേറ്റർ ജി നോട്ട് ഓഫ്, ഓക്കെ, ജി നോട്ട് ഓഫ്, ഓക്കെ, ഇതിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ ആണ് ഇത് അല്ലേ. ന്യൂമറേറ്റർ ആണ് ഇത്. അപ്പോൾ ന്യൂമറേറ്റർ കണ്ടുപിടിച്ചു. ന്യൂമറേറ്റർ നമുക്ക് കിട്ടി, ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി നമുക്ക് കിട്ടി. ഓക്കെ, ബിക്കോസ് ഇവിടെ സ്മോൾ ടി ആയിരുന്നു. ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി, വി ഗോട്ട് ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി. ഇനി മോഡ് സ്ക്വയർ എടുത്തു എൽ എച്ച് എസിലും ആർ എച്ച് എസിലും, കാരണം ഇവിടെ ന്യൂമറേറ്ററിൽ മോഡ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. സോ ഈക്വേഷൻ ഇവിടെ. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിനകത്ത് ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നോയ്സിൻ്റെ പവറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നോ വി ഹാവ് ടു കാൽക്കുലേറ്റ്. സോ സിഗ്നൽ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോയ്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ഈ നോയ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പവർ ഓഫ് നോയ്സ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു? മീൻ സ്ക്വയർ വാല്യൂ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഒബ്റ്റെയിൻഡ് ആസ് ദിസ്. പക്ഷേ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ, അതായത് മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മീൻ സ്ക്വയർ വാല്യൂ ഈസ് ഈക്വൽ ടു ഇക്വേഷനാണ് ഏരിയ under, okay, mean square value is equal to area under the power spectral density. ഓക്കെ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ആ നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് ശരിക്കും മെയിൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഏരിയ അണ്ടർ ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാണാം. എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഔട്ട്പുട്ടിൽ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ള നോയ്സ് കമ്പണൻ്റ് ആണ്. ഇൻപുട്ടിലുള്ള നോയ്സ് കമ്പണൻ്റ് എന്താ? ഡബ്ല്യു ഓഫ് ടി ആണല്ലേ. ഈ ഇൻപുട്ടിലുള്ള നോയ്സ് കമ്പണൻ്റ് ഡബ്ല്യു ഓഫ് ടി വൈറ്റ് നോയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് നോയ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വൈറ്റ്
നോയ്സിന് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് അസംഷൻ അല്ല, വൈറ്റ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. N0/2 ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ N0/2 ആണ്. Okay, it is a constant parameter. So this is the power spectral density of the white noise. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന വൈറ്റ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എത്രയാണ്? N0/2 ആണ്. ഓക്കെ, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഔട്ട്പുട്ടിലുള്ള നോയ്സ് കമ്പണൻറ്റിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് അല്ലേ? ബിക്കോസ് SNR കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിലുള്ള സിഗ്നലിൻ്റെ മീൻ സ്ക്വയർ വാല്യൂ ആണ് അല്ലേ? ഔട്ട്പുട്ട് നോയ്സിലുള്ള മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഏരിയ അണ്ടർ ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് നോയ്സിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലേ? SN(f)df. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ നൊട്ടേഷനാണിത്, SN(f)df. ഏരിയ അണ്ടർ മീൻസ് ഇൻ്റഗ്രൽ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഇനി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് നോയ്സ് കമ്പണൻറ്റ് N(t) ഔട്ട്പുട്ടിലുള്ള നോയ്സ് കമ്പണൻറ്റിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഇൻപുട്ട് നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ W of t അല്ലേ നമ്മൾ ഇൻപുട്ടിലുള്ള നോയ്സ് കമ്പണൻറ്റ് കണ്ടുപിടിച്ചത്. ആ ഇൻപുട്ടിലുള്ള ആ വൈറ്റ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ സ്ക്വയേർഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. this is the equation for finding the power spectral density of the output noise. ഇൻപുട്ട് നോയ്സ് വൈറ്റ് നോയ്സ് ആയിരുന്നു, അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദ സ്ക്വയേർഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. ഇതാണ് സ്ക്വയേർഡ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത വൈറ്റ് നോയ്സ് ആയിരുന്നു, അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു N0/2 ഇൻറ്റു h(f) മോഡ് സ്ക്വയർ ആണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് നോയ്സ് എന്ന് പറയുന്നത്. ഇതെടുത്ത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? പവർ ഓഫ് ദ നോയ്സ് ഗിവൺ ബൈ power of the noise given by the mean square value En² of t is equal to, according to this equation, it is -infinity to infinity. Okay, instead of Sn(f), substitute this value. So N0/2 into h(f) mod square df എന്ന് കിട്ടി അല്ലേ? or that is equal to N0/2 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ടേക്കിംഗ് N0/2 ഔട്ട്സൈഡ്, N0/2 -infinity to infinity h(f) mod square df എന്ന് കിട്ടി. ഇതാണ് എന്ത്? നോയ്സ് പവർ. അപ്പോൾ നോയ്സ് പവർ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ SNRൻ്റെ ഇക്വേഷനകത്ത് സിഗ്നൽ പവർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂമറേറ്ററും നമുക്ക് കിട്ടി, ഡിനോമിനേറ്ററും നമുക്ക് കിട്ടി അല്ലേ? ഇനി ഈ ഒരു വാല്യൂ ഇക്വേഷൻ 1 ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ 1. രണ്ടും സെയിം ആണ്. ഓക്കെ, നൗ ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ന്യൂമറേറ്റർ ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദ ഡിനോമിനേറ്റർ എന്താ? ഇതല്ലേ? ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ന്യൂമറേറ്ററിൽ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇത് അല്ലേ? ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആസ് h(f) g(f) exponential j2π ft df mod square ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവർ. നോയ്സിൻ്റെ പവർ എത്ര നമുക്ക് കിട്ടിയത്? ഇതാണ് കിട്ടിയത് അല്ലേ? ഇതല്ലേ നോയ്സിൻ്റെ പവറായിട്ട് കിട്ടിയത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഈസ് N0/2 -infinity to infinity h(f) mod square df എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇത് അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഇക്വേഷനെ യു മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 4. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ,
ഇനി നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, പക്ഷേ ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താവണം? മാക്സിമം ആണ് അല്ലേ? ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ മാക്സിമൈസിങ് കണ്ടീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇന്നിക്വാളിറ്റി കണ്ടീഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഷ്വാർട്സ് ഇന്നിക്വാളിറ്റി. Okay, I'm going to introduce Schwarz inequality condition. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Okay, according to Schwarz inequality condition, according to Schwarz inequality, if phi1 of x, okay, and phi2 of x are two complex functions, okay, are two complex functions in real variable x. Okay, phi1 of x and phi2 of x രണ്ട് ടു കോംപ്ലക്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ്, ഓക്കെ, രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഇൻ സച്ച് എ വേ ദാറ്റ്, ഓക്കെ, ദീസ് ടു ആർ ടു കോംപ്ലക്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദീസ് ടു functions satisfying the following condition. Phi1 of x complex real valued ആണ്. At the same time phi1 of x should satisfy this condition. That means അത് ലിമിറ്റഡ് ബൗണ്ടഡ് ആണെന്നുള്ള മീനിങ് ആണ്, ലെസ് ദാൻ ഫൈനൈറ്റ് ആണെന്നുള്ള മീനിങ് ആണ്. ആൻഡ് ഇഫ് phi2 of x ഓൾസോ, അതിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ, ഓക്കെ, അങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ആ രണ്ട് ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദ ഇന്നിക്വാളിറ്റി കണ്ടീഷൻ. ഞാനൊരു ഇന്നിക്വാളിറ്റി കണ്ടീഷൻ എഴുതാൻ പോവാണ്. ഇന്നിക്വാളിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു 3+2 ഇതൊരു ഇക്വാളിറ്റി കണ്ടീഷനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3+y ഇന്നിക്വാളിറ്റി കണ്ടീഷനായിട്ട് മാറി അല്ലേ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3+y ഇന്നിക്വാളിറ്റി കണ്ടീഷനായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷന് ഇന്നിക്വാളിറ്റി കണ്ടീഷൻ ഈ ഷ്വാർട്സ് ഇന്നിക്വാളിറ്റി വെച്ച് ഞാൻ എഴുതാൻ പോവാണ്. അതിങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -∞ to ∞, phi1 of x, phi2 of x dx mod square, okay, will be less than or equal to, this is the inequality condition, phi1 of x mod square dx multiplied by integral -∞ to ∞ phi2 of x mod square dx. Okay, so this is the inequality condition. അപ്പോൾ inequality condition കിട്ടി. ഇതാണ് ഷ്വാർട്സ് ഇന്നിക്വാളിറ്റി കണ്ടീഷൻ ഫോർ ടു ഫങ്ഷൻസ്. ആ ഫങ്ഷൻസ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം ഈ ഒരു ഇന്നിക്വാളിറ്റി കണ്ടീഷനിലേക്ക് ഞാൻ എൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാറ്റാൻ പോകും. ഇപ്പോൾ നമുക്ക് കിട്ടിയ SNRലേക്ക് മാറ്റാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ phi1 of xനെയും phi2 of xനെയും ഞാൻ ഇവിടെ അസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്രോബ്ലത്തിലുള്ള phi1 of xനെ, ദാറ്റ് മീൻസ് phi1 of xനെ ഞാൻ h of fനെ phi1 of x ആയിട്ടും അതേ കൂട്ട് തന്നെ g of f ഇൻറ്റു എക്സ്പൊണൻഷ്യൽ j pi f t, ഓക്കെ, ഇതിനെ ഞാൻ എന്തായിട്ടും phi2 of x ആയിട്ടും, ഓക്കെ, phi2 of x ആയിട്ടും അസൈൻ ചെയ്യാൻ പോകണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഈ ന്യൂമറേറ്ററിൽ നോക്കിക്കേ. സോറി, ദിസ് ഈസ് j 2pi f, ഓക്കെ, ദിസ് ഈസ് j 2pi, ഓക്കെ. ശരിക്കും ഈ ന്യൂമറേറ്ററിലേക്ക് നോക്കുക. ന്യൂമറേറ്ററിനകത്ത് ഈ h of f നോക്കുക. ഈ h of fന് ഞാൻ phi1 of xും ബാക്കി ടേം കണ്ട ഈ ടേമിനെ ഇത്രയും ഞാൻ phi2 of xും ആയിട്ട് എടുത്തു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഇന്നിക്വാളിറ്റി ഇക്വേഷനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിനെ phi1 of x ഇതിനെ phi2 of xും ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അന്നേരം ഈ ന്യൂമറേറ്ററിനെ എങ്ങനെ എഴുതാൻ പറ്റും? അന്നേരം ഈ ന്യൂമറേറ്ററിനെ ഞാൻ ഇനി റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ സി phi1 of x ഇതുമായി, phi2 of x എന്ന് പറഞ്ഞാൽ ഇതുമായി. സോ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ നമുക്ക് എന്താ കിട്ടിയത്? എന്തായിരുന്നു കിട്ടിയത്? -∞ to ∞ h of f g of f exponential j 2pi f t df അല്ലേ, മോഡ് സ്ക്വയർ. ഇതാണ് ന്യൂമറേറ്റർ കിട്ടിയത്. അത് തന്നെയല്ലേ ഇത് ഇവിടെ phi1 of xന് h of
ടുവും എച്ച് ഓഫ് എഫും ഫൈ ടു ഓഫ് എക്സിന് ഇതും കൊടുക്കുമ്പോൾ ആ LHS തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് ശരിക്കും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻഇക്വാളിറ്റി കണ്ടീഷനിലേക്ക് നിങ്ങൾ ഇത് രണ്ടും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇൻഇക്വാളിറ്റി കണ്ടീഷനിലേക്ക് ഫൈ 1 ഓഫ് എക്സും ഫൈ 2 ഓഫ് എക്സും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? -∞. അങ്ങനെ ഒരു മീനിങ്ങിൽ എടുത്താലും മതി. ഈ SNRലേക്ക് ഡയറക്റ്റ്ലി പോകണ്ട. ഈ ഇൻഇക്വാളിറ്റി കണ്ടീഷനിലേക്ക് നമ്മളിപ്പോൾ എടുത്ത ഫൈ 1 ഓഫ് എക്സും ഫൈ 2 ഓഫ് എക്സും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ RHS ഈക്വൽ ടു ഫൈ 1 ഓഫ് എക്സിന് വരെ എന്താ കിട്ടുക? എച്ച് ഓഫ് എഫ് മോഡ് സ്ക്വയർ. ഓക്കെ, -∞ ടു ദിസ് ഈസ് DF വരും. -∞ ടു ഇൻഫിനിറ്റി ഫൈ 2 ഓഫ് എക്സിൻ്റെ മോഡ് സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് G ഓഫ് എഫ് മോഡ് സ്ക്വയർ വരും അല്ലേ. ബിക്കോസ് എക്സ്പൊണൻഷ്യൽ j θ മോഡ് സ്ക്വയർ വാല്യൂ 1 ആയിട്ട് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ ഇതിൻ്റെ 1 ആയി പോകും. അതുകൊണ്ടാണ് G ഓഫ് എഫിന് മാത്രം മോഡ് സ്ക്വയർ എടുത്തത്. ഓക്കെ, DF എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദാറ്റ് ഇൻഇക്വാളിറ്റി. ഇതാണ് ആ ഇൻഇക്വാളിറ്റി കണ്ടീഷൻ. ഓക്കെ, ഈ ഇൻഇക്വാളിറ്റി കണ്ടീഷനിൽ നിന്ന് നോക്കിക്കേ, ഈ ഇൻഇക്വാളിറ്റി കണ്ടീഷനിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ? -∞ ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് G of f exponential j to pi ft df. ഓക്കെ, മോഡ് സ്ക്വയർ. ഇവിടെ ലെസ് ദാനും ഉണ്ട് ഈക്വൽ ടു ഉണ്ട്. ദാറ്റ് മീൻസ് LHSൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടുവിൽ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. ഓർ ഈക്വൽ ടു, ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് മോഡ് സ്ക്വയർ DF -∞ ടു ഇൻഫിനിറ്റി G ഓഫ് എഫ് മോഡ് സ്ക്വയർ DF എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ശരിയല്ലേ? ഇതിനകത്ത് ഇക്വാലിറ്റി കണ്ടീഷൻ മാത്രം ഞാൻ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതെന്താണ് നമ്മുടെ SNRൻ്റെ ന്യൂമറേറ്റർ അല്ലേ. SNRൻ്റെ ന്യൂമറേറ്ററാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. SNR ഈറ്റയുടെ ന്യൂമറേറ്ററാണ്. അപ്പോൾ ഇനി ന്യൂമറേറ്ററിലേക്ക് ഞാനിപ്പോൾ കിട്ടിയത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഇവിടെ ന്യൂമറേറ്ററിന് ഇതിന് പകരം ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. സോ SNR എന്ത് പറ്റും? SNR is equal to ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ബിക്കം -∞ ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് മോഡ് സ്ക്വയർ DF -∞ ടു ഇൻഫിനിറ്റി G ഓഫ് എഫ് മോഡ് സ്ക്വയർ DF ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമുക്ക് മുമ്പേ കിട്ടിയതുപോലെ തന്നെ എഴുതാം. ഡിനോമിനേറ്റർ എന്തായിരുന്നു കിട്ടിയത് അവിടെ? n02 -∞ ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് മോഡ് സ്ക്വയർ. ഇങ്ങനെയല്ലായിരുന്നു നമുക്ക് കിട്ടിയത്, DF എന്ന് കിട്ടി അല്ലേ. ഇങ്ങനെയായിരുന്നു നമുക്കിവിടെ ഡിനോമിനേറ്റർ കിട്ടിയത്. ഡിനോമിനേറ്റർ ആസ് സച്ച്, ഡിനോമിനേറ്റർ അതുകൊണ്ട് തന്നെ എഴുതാം. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇതും ഈ ഒരു ടേമും ക്യാൻസൽഡ് ആയി പോവും. ഓക്കെ, ഇവിടെ n02 താഴെയാണ്, അത് മുകളിലേക്ക് വരുമ്പം SNR എന്ത് കിട്ടും? SNR is equal to 2/n0. എന്നിട്ട് ഈ ഇൻ്റഗ്രൽ അല്ലേ, ദാറ്റ് ഈസ് -∞ ടു ഇൻഫിനിറ്റി G ഓഫ് എഫ് മോഡ് സ്ക്വയർ DF എന്ന് കിട്ടി. ഇതാണ് ആ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ദിസ് ഈസ് ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ശരിക്കും പറഞ്ഞാൽ മാക്സിമം സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് അല്ലേ. മാക്സിമം സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ്. കാരണം എന്താ ഈ ഇൻഇക്വാളിറ്റി കണ്ടീഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലെസ് ദാൻ വാല്യൂ ഉണ്ടായിരുന്നു, ഈക്വൽ ടു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടുയിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മൾ ആ ഇക്വാലിറ്റി കണ്ടീഷൻ മാത്രമാണ് നമ്മൾ എടുത്തത്. ആ ഇക്വാലിറ്റി കണ്ടീഷൻ മാത്രം എടുത്താണ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. ഈ ഒരു SNRലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇക്വാലിറ്റി കണ്ടീഷൻ എടുത്തിട്ടാണ്. അപ്പോൾ ആ മാക്സിമം വാല്യൂ അന്നേരം കിട്ടുന്ന SNR എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ഇനി വൺ മോർ തിങ് ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ഇൻഇക്വാലിറ്റി കണ്ടീഷനകത്തുനിന്ന് ഇക്വാലിറ്റി മാത്രം എടുത്തു അല്ലേ. ഈ ഇക്വാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി കണ്ടീഷനിൽ നിന്ന് ഇൻഇക്വാലിറ്റി കണ്ടീഷനകത്ത് ഇക്വാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇക്വാലിറ്റി വിൽ ഹോൾഡ് good if and only if phi 1 of x is equal to k into phi 2 conjugate. phi 2ൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് ഓഫ് x.
ഉണ്ടോ? ഈ ഇക്വാലിറ്റി കണ്ടീഷൻ എടുക്കണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇക്വാലിറ്റി കണ്ടീഷനാണ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് താഴേക്ക് ഇടണ്ട. ഇവിടെ എല്ലാം നമ്മൾ ഇക്വാലിറ്റി കണ്ടീഷനാണ് എടുത്ത് പോയിരിക്കുന്നത്. സോ ആ ഇക്വാലിറ്റി കണ്ടീഷൻ എടുക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? φ1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ φ2 സ്റ്റാർ ഓഫ് എക്സ്. അപ്പോൾ ഈ SNR മാക്സിമം ആകാനുള്ള ആ ഇക്വാലിറ്റി കണ്ടീഷൻ എന്താണ്? φ1 ഓഫ് എക്സ്. φ1 ഓഫ് എക്സ് നമ്മൾ എന്താണെന്ന് എഴുതിയത്? φ1 ഓഫ് എക്സ് വാസ് h ഓഫ് എഫ് അല്ലേ? h ഓഫ് എഫ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു φ2 സ്റ്റാർ ഓഫ് എക്സ്. φ2 ഓഫ് എക്സ് എന്തായിരുന്നു? g ഓഫ് എഫിന് g കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2π ft എന്ന് വരും. ഓക്കെ, ബിക്കോസ് എക്സ്പൊണൻഷ്യലിൻ്റെ ആണ്. ദാറ്റ് ഈസ് നമ്മൾ φ2 ഓഫ് എക്സ് ആയിട്ട് എടുത്തത് എന്താണ്? φ2 ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് g ഓഫ് എഫ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ജെ 2π ft എന്നാണ്. ഇതിൻ്റെ ഹോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോഴത്തേക്കും φ2 സ്റ്റാർ വേണ്ടായോ? φ2 സ്റ്റാർ ഓഫ് എക്സ് എടുക്കുമ്പോൾ ജിക്ക് ദാറ്റ് ഈസ് സ്റ്റാർ ഇൻറ്റു ദിസ്, ഇത് എക്സ്പൊണൻഷ്യൽ മൈനസ് ആകും. ദാറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2π ft എന്ന് കിട്ടി. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം ആകാനുള്ള ആ കണ്ടീഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സംഭവം ക്ലിയർ അല്ലേ? നമുക്ക് ആ നമ്മുടെ ആ ഒരു മാച്ച്ഡ് ഫിൽറ്ററിനകത്ത് h ഓഫ് എഫ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണെന്നേ ഉള്ളൂ. ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടാനുള്ള ആ കണ്ടീഷനാണ് ഇത് അല്ലേ? ഈ h ഓഫ് എഫിനെ നമ്മൾ ഒപ്റ്റിമം വാല്യൂ എന്നും പറയും. ദാറ്റ് മീൻസ് ആ SNR മാക്സിമം ആകാൻ കിട്ടുന്ന ഏറ്റവും നല്ല വാല്യൂ. അതുകൊണ്ടാണ് ഇതിനെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയും. ഒപ്റ്റിമം വാല്യൂ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് നമ്മൾ പറയും. സോ പലയിടത്ത് ഒപ്റ്റിമം ഓഫ് എഫ് എന്നും പറഞ്ഞ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ h ഓഫ് എഫ് കിട്ടി. പക്ഷേ നമ്മളെപ്പോഴും h ഓഫ് ടി അല്ലേ? h ഓഫ് എഫ് കിട്ടി, ഇറ്റ് ഈസ് ഗുഡ്, അത്രയും ഇറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. പക്ഷേ നമ്മൾ ആ h ഓഫ് എഫിൽ നിന്ന് h ഓഫ് ടിയും കൂടി കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ക്ലിയർ ഐഡിയ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് മാച്ച്ഡ് എന്ന് പറഞ്ഞ ആ നെയിം, മാച്ച്ഡ് എന്ന് പറഞ്ഞ നെയിം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ h ഓഫ് ടി ഡിറൈവ് ചെയ്ത് നോക്കാം. സോ ആ ഇമ്പൾസ് റെസ്പോൺസ് h ഓഫ് എഫ് കിട്ടി. നോ ഹൗ വിൽ യു ഫൈൻഡ് h ഓഫ് എഫിൽ നിന്ന് h ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h ഓഫ് എഫ് into exponential j 2π ft df. സോ ഇതാണ്. ഇനി ആ h ഓഫ് എഫിൻ്റെ വാല്യൂ ഇതിനകത്തേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടുക? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കിട്ടിയിരിക്കുന്ന h ഓഫ് എഫിൻ്റെ വാല്യൂ ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഇൻറ്റു ജി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ. ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഉണ്ട്, ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഉണ്ട് അല്ലേ? ഇതിനും കൂടി കമ്പൈൻ ചെയ്തെടുത്തു വിടായോ? x റേസ് ടു m ഇൻറ്റു x റേസ് ടു n ഇസ് ഈക്വൽ ടു x റേസ് ടു m പ്ലസ് n. ഇവിടെ e റേസ് ടു ഒരു ടേം ഇൻറ്റു e റേസ് ടു അനദർ ടേം ഇസ് ഈക്വൽ ടു e റേസ് ടു ഈ രണ്ട് ടേമും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ ഈ h ഓഫ് എഫ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എക്സ്പൊണൻഷ്യൽ ടേം കൂടി ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതുവാണ്. ദാറ്റ് ഈസ് മൈനസ് ജെ 2π എഫ് ബ്രാക്കറ്റിൽ ടി മൈനസ് ടി എന്ന് എഴുതി. ബിക്കോസ് ഇവിടെ ജെ 2π എഫ് കോമൺ ആണല്ലേ ഈ രണ്ടെണ്ണത്തിലും. അതിനകത്ത് മൈനസ് ജെ 2π എഫ് പുറത്തേക്ക് എടുക്കുമ്പം എന്താ പറ്റുന്നത്? ഇവിടെ ക്യാപിറ്റൽ ടി വരും, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ടി വരും. ദാറ്റ് ഈസ് മൈനസ് ടി ഡി എഫ് എന്ന് എഴുതി. ഓക്കെ, നൗ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റിയൽ സിഗ്നലാണ്. ഓക്കെ, ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയൽ സിഗ്നൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ജി സ്റ്റാർ ഓഫ് എഫിനെ ജി ഓഫ് മൈനസ് എഫ് എന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളതിനെ റീറൈറ്റ് ചെയ്യാൻ പോവാണ് റിയൽ സിഗ്നൽ. അപ്പോൾ ഈ എങ്ങനെ കിട്ടും? h ഓഫ് ടി. സോ h ഓഫ് ടി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് മൈനസ് എഫ്. ഓക്കെ, കെ ഉണ്ട്, കെ ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ്. ആ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, സ്കെയിലിംഗ് ഫാക്ടർ. ആ കെ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് എഴുതുവാണ്. ജി സ്റ്റാർ ഓഫ് എഫിന് പകരം ജി ഓഫ് മൈനസ് എഫ് എക്സ്പൊണൻഷ്യൽ. ഈ മൈനസ് ഞാൻ ഉള്ളിലേക്ക് എടുക്കുവാണ്. ഓക്കെ, മൈനസ് ഉള്ളിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? ജെ 2π എഫ് ഇൻറ്റു ടി മൈനസ് ടി എന്ന് എഴുതും. ഓക്കെ, ഇൻറ്റു ഡി എഫ് എന്ന് എഴുതി. ഇതെന്താണ്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു ഇക്വേഷനാണ്. അതായത് നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് എഴുതാം. അതായത്
ജി ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ജി ഓഫ് എഫ് ആണ് അല്ലേ. അപ്പോൾ ബൈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ജി ഓഫ് മൈനസ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി ഓഫ് മൈനസ് എഫ് ആയിരിക്കും. ഓക്കെ, നൗ ജി ഓഫ് ടി ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെയായിരുന്നു ജി ഓഫ് എഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്? ജി ഓഫ് എഫിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്പൊണൻഷ്യൽ ജെ 2π എഫ് ടി ഡി എഫ് ചെയ്താൽ മതി അല്ലേ. അപ്പം ജി ഓഫ് മൈനസ് ടി എന്തായിരിക്കും? ജി ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് മൈനസ് ടിയുടെ ജി ഓഫ് മൈനസ് എഫിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ജി ഓഫ് മൈനസ് എഫ്, ഓക്കെ, എക്സ്പൊണൻഷ്യൽ ജെ 2π എഫ് ടി ഡി എഫ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ജി ഓഫ് എഫിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ജി ഓഫ് മൈനസ് എഫിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, നൗ ഇനി ഈ ഇക്വേഷനിലേക്ക് നോക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? കെ ഇൻറ്റു ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് മൈനസ് ടി അല്ലേ. ജി ഓഫ് മൈനസ് ടി, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ടി എഴുതിയത്? കാരണം ഇവിടെ വന്നിരിക്കുന്നത് ടി ആയിരുന്നു, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ടി മൈനസ് ടി ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാൻ പോകുന്നത്? ജി ഓഫ് മൈനസ് ഓഫ്, ഇവിടെ ടി എഴുതിയത് ഇവിടെ ടി ഉള്ളത് കൊണ്ടായിരുന്നു അല്ലേ. ഇവിടെ ടി മൈനസ് ടി ആണ്, സോ ടി മൈനസ് ടി എന്ന് എഴുതാം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ജി ഓഫ് ക്യാപിറ്റൽ ടി മൈനസ് ടി. ഇതെന്താണ്? എച്ച് ഓഫ് ടി ആണ്. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ ഇനി ഒന്ന് നോക്കിക്കേ, മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ആ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? ആ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിൽ കൊടുത്ത സിഗ്നൽ ആയിരുന്നു ജി ഓഫ് ടി. ആ ജി ഓഫ് ടിയെ നമ്മൾ റിവേഴ്സ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് മൈനസ് ടി എടുത്തു. ഇനി ഇതിനൊരു ഡിലേ കൊടുക്കുവാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ മൈനസ് ടി പ്ലസ് ടി ആയി അല്ലേ. ഒരു ഡിലേ കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ക്യാപിറ്റൽ ടി മൈനസ് ടി. അതല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇൻപുട്ട് സിഗ്നലിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് ഡിലേയും കൂടി കൊടുത്തപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. എക്സെപ്റ്റ് ഫോർ ഇതൊരു കെ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ആ ഇമ്പൾസ് റെസ്പോൺസ് എന്തിന് മാച്ചായിട്ടാണ് കിട്ടുന്നത്? ഇൻപുട്ട് സിഗ്നലിന് മാച്ചായിട്ടാണ് കിട്ടുന്നത് അല്ലേ. എന്താണോ നിങ്ങൾ ആ മാച്ച്ഡ് ഫിൽറ്ററിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഇവിടെ എക്സ് ഓഫ് ടി ആണെങ്കിൽ ആ ഇമ്പൾസ് റെസ്പോൺസ് ഇതിന് മാച്ച്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്തായിരിക്കും എന്നറിയാമോ? എക്സ് ഓഫ് ക്യാപിറ്റൽ ടി മൈനസ് ടി ആയിരിക്കും. ഇനി ഇവിടെ കൊടുക്കുന്നത് ഇസഡ് ഓഫ് ടി ആണെങ്കിൽ എഗെയിൻ ഇമ്പൾസ് റെസ്പോൺസ് ഇസഡ് ഓഫ് ടി മൈനസ് ടി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഗെറ്റിംഗ് മാച്ച്ഡ് വിത്ത് ദ ഇൻപുട്ട്. ഇവിടെ അതാണ് ആ ലീനിയർ ടൈം ഇൻവേരിയൻ്റ് ആയ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻപുട്ട് സിഗ്നലിൻ്റെ റിവേഴ്സ്ഡ് ഡിലേഡ് ഫംഗ്ഷനായിട്ടാണ് അല്ലേ. സോ വാട്ട് വി ക്യാൻ റൈറ്റ്? സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് impulse response of the matched filter or optimum filter ന്നും പറയും. ഓക്കെ, matched filter is a time reversed and delayed version ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ടിൽ എന്ത് സിഗ്നൽ കൊടുത്താലും അതിനെ റിവേഴ്സ് ചെയ്ത് ടൈം ഡിലേ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. പക്ഷെ ഇവിടെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ടല്ലേ. എക്സെപ്റ്റ് ഫോർ ദാറ്റ് സ്കെയിലിംഗ് ഫാക്ടർ. ദാറ്റ് മീൻസ് സ്കെയിലിംഗ് ഫാക്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് ഡിലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാച്ച്ഡ് ഫിൽറ്ററിനെ നമ്മൾ ഇൻപുട്ട് സിഗ്നലുമായിട്ട് മാച്ച്ഡ് എന്ന് പറയാൻ കാര്യം. കാരണം ഇമ്പൾസ് റെസ്പോൺസ് കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്താണോ അതിന് മാച്ച്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിന് മാച്ച്ഡ് ആയിട്ടൊരു സിഗ്നലായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെ ഒരു സിഗ്നലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ, വാട്ട് വിൽ ബി ദ എച്ച് ഓഫ് ടി എങ്ങനെയായിരിക്കും? എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം ഇതിനെ റിവേഴ്സ് ചെയ്യണം. അതായത് ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും, ഇതായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം അതിനെ? അപ്പോൾ ആദ്യം നമ്മൾ ജി ഓഫ് മൈനസ് ടി കണ്ടു അല്ലേ. ഇനി ഈ ജി ഓഫ് മൈനസ് ടിക്ക് ഒരു പ്ലസ് ക്യാപിറ്റൽ ടി ഷിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുന്നത്?
ഈ ടി ടൈംസ് ഷിഫ്റ്റ് ചെയ്തു, അതായത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. മൈനസ് ടിക്കാണ്. സോ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും. സി ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എച്ച് ഓഫ് ടി അല്ലേ? അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഇതായിരിക്കും നിങ്ങൾക്ക് ആ ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇമ്പൾസ് റെസ്പോൺസും ഈ ഇൻപുട്ട് സിഗ്നലും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ് അല്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തത്. താങ്ക് യു.